ഹായ് ഡിയേഴ്സ്, നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്തൊക്കെയാണ് നമ്മുടെ നോർമൽ കർവ് ഫോളോ ചെയ്യുന്ന പ്രോപ്പർട്ടീസ് എന്നുള്ളത്. അപ്പൊ ആദ്യം എന്താണ് ഒരു നോർമൽ കർവ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ഹിസ്റ്റോഗ്രാം വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യുന്നത് സിമെട്രിക് കർവിന്റെ ഷേപ്പ് ആയിരിക്കും. ആ സിമെട്രിക് കർവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, നോർമൽ കർവ് അഥവാ ബെൽ ഷേപ്ഡ് കർവ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് അതിന്റെ പ്രോപ്പർട്ടീസ്? എക്സാമിന് പൊതുവെ അതിന്റെ 6 പ്രോപ്പർട്ടീസ് എഴുതുക അല്ലെങ്കിൽ 4 പ്രോപ്പർട്ടീസ് എഴുതുക, അങ്ങനെ സ്ഥിരമായിട്ട് ഈ ഒരു പ്രോപ്പർട്ടീസ് വെച്ചുള്ള ക്വസ്റ്റ്യന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ എങ്ങനെയാണ് ഇത് ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ വേണ്ടി പറ്റും? ഒരു 6 ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ആദ്യത്തെ കാര്യം എന്താ ഇവിടെ തന്നിട്ടുണ്ട്, ഇതിന്റെ ഷേപ്പ് ഒറ്റ നോട്ടത്തിൽ എങ്ങനെയാണ് തോന്നുന്നത്, ഒരു ബെല്ല് പോലെയാണ് അല്ലെ. അപ്പൊ ഒരു ബെല്ലിന്റെ ഷേപ്പ് ആണുള്ളത്. അപ്പൊ ബെൽ ഷേപ്ഡ് കർവ് ആണ് നോർമൽ കർവ് എന്ന് പറയാം. ഇനി ഞാൻ ഇവിടെ ഒരു സെന്ററിൽ ഞാനത് കട്ട് ചെയ്യാണ്. എവിടെ? ഈ ഒരു സെന്റർ പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു മ്യൂ ആണ്. അതായത് മ്യൂ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു കർവ് എന്ന് പറയുന്നത് ഈക്വൽ ഹാഫ് ആയിട്ടായിരിക്കും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഈക്വൽ ഹാഫ് ആയിരിക്കും, അതായത് സിമെട്രിക് ആണ്. ആൻഡ് നമ്മൾ സിമെട്രിക് കർവ് ആണെങ്കിൽ അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ +1 പഠിച്ചിട്ടുണ്ടായിരുന്നു, സ്ക്യൂനെസ് ആൻഡ് കുർട്ടോസിസ് എന്നുള്ള ചാപ്റ്ററിൽ. അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സിമെട്രിക് ആണെങ്കിൽ മീനും മീഡിയനും മോഡും ഈക്വൽ ആയിരിക്കും. മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡ് ആയിരിക്കും. സോ ഇപ്പൊ എത്ര 2 പ്രോപ്പർട്ടീസ് ആയി. ഒന്ന് എന്താണ്, അത് ബെൽ ഷേപ്ഡ് ആണ് ആൻഡ് സിമെട്രിക് അബൌട്ട് എക്സ് ഈക്വൽ ടു മ്യൂ എന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ സിമെട്രിക് ആണെങ്കിൽ മീനും മീഡിയനും മോഡും എന്താണ്, ഈക്വൽ ആണ്. ഇനി നമുക്ക് ഈ ഒരു ഫിഗർ വെച്ച് ഇനി എന്താ നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നോക്കിക്കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു മ്യൂ എന്നുള്ള പോയിന്റിലാണ് എന്ത്, മാക്സിമം ഹൈറ്റ് വരുന്നത് അല്ലെ. മാക്സിമം ഹൈറ്റ് കിട്ടണമെങ്കിൽ എക്സ് ഈക്വൽ ടു മ്യൂ എന്നുള്ള പോയിന്റിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പൊ ആ മാക്സിമം ഹൈറ്റ് എത്രയാണ് വരുന്നത്? അപ്പൊ ഇതാണ് നമ്മൾ ആദ്യത്തെ 3 പ്രോപ്പർട്ടീസ് വരുന്നത്. ആ മാക്സിമം ഹൈറ്റ് എക്സ് ഈക്വൽ ടു മ്യൂ എന്നുള്ള പോയിന്റിലാണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന 1/σ√2π അതാണ് മാക്സിമം ഹൈറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കാം. ഇനി നെക്സ്റ്റ് സിമെട്രിക്കിന്റെ കേസിൽ നമ്മൾ സ്ക്യൂനെസ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, സിമെട്രിക് ആണെങ്കിൽ β1 ഈക്വൽ ടു 0 ആയിരിക്കും. ആൻഡ് അതേപോലെ തന്നെ കുർട്ടോസിസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇവിടെ നോർമൽ കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്, മീസോകേർട്ടിക് ആണ്. മീസോകേർട്ടിക് ആണെങ്കിൽ β2ന്റെ വാല്യൂ എന്തായിരിക്കണം, 3 ആയിരിക്കണം. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ മാക്സിമം ഹൈറ്റ് ഏതോ ഒരു പോയിന്റിൽ മാത്രമാണ് വരുന്നത് അല്ലെ. എക്സ് ഈക്വൽ ടു മ്യൂ എന്നുള്ള ഒരൊറ്റ പോയിന്റിൽ മാത്രമാണ് ഇത് മാക്സിമം ഹൈറ്റ് വരുന്നത്. അപ്പൊ അങ്ങനെ ഹയസ്റ്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ മാക്സിമം ഹൈറ്റ് ഒരു പോയിന്റിലാണ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്, അത് യൂണി മോഡലാണ്. അതായത് ഒരു മോഡ് വാല്യൂ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് യൂണി മോഡലാണ് എന്നുള്ള പോയിന്റ് നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് എന്താണ്, ഈ ഒരു ചിത്രം വെച്ചിട്ട് നമ്മൾ മനസ്സിലാലോചിക്കുകയാണെങ്കിൽ അടുത്തത് ഇതിന്റെ ഏരിയ എന്താണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതിന്റെ ടോട്ടൽ ഏരിയ വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. അപ്പൊ ഇതിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പൊ ടോട്ടൽ ഏരിയ എന്താണ്, 1 സ്ക്വയർ യൂണിറ്റ് ആയിരിക്കും. 1 സ്ക്വയർ യൂണിറ്റ് ആണ് എന്ത്, ഇതിന്റെ ടോട്ടൽ ഏരിയ വരുന്നുണ്ടായിരിക്കാം. അപ്പൊ ഇത്രയും പ്രോപ്പർട്ടീസ് വളരെ ഈസി ആയിട്ട് ഈ ചിത്രം വെച്ച് ആലോചിച്ചാൽ തന്നെ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. സോ അതാണ് നമ്മളുടെ ആദ്യത്തെ ഈസി ആയിട്ട് ആലോചിച്ച് വെക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇനി ക്വാർട്ടൈൽസ് ആർ ഇക്വിഡിസ്റ്റന്റ് ഫ്രം മീഡിയൻ, അതും നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ള കാര്യമാണ്. സിമെട്രിക് ആണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ക്വാർട്ടൈൽസ് ഇപ്പൊ Q1ഉം അതേപോലെ തന്നെ Q3യും മീഡിയനിൽ നിന്ന് തുല്യ ദൂരത്തിലായിരിക്കും, ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും. ഈ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് കഴിഞ്ഞ വർഷം നമ്മൾ ബോളീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടിയും കൂടെ വന്നു. ഇനി അടുത്തത് നമ്മുടെ നോർമൽ കർവ് അസിംപ്ടോട്ടിക് ടു എക്സ് ആക്സിസ് ആണ്. അതായത് നമ്മുടെ നോർമൽ കർവ് വരയ്ക്കുമ്പോൾ നോർമൽ കർവ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇത് ഒരിക്കലും എന്താണ് എക്സ് ആക്സിസുമായിട്ട് എന്താണ് ടച്ച് ചെയ്യുന്നില്ല, അതിങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറയും, ഇത് നമ്മളെ എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യാത്തതുകൊണ്ട് തന്നെ അത് അസിംപ്ടോട്ടിക് ആണെന്ന് പറയും. ടോട്ടൽ ഏരിയ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഈ ഒരു പ്രോപ്പർട്ടി ഇത് വെച്ചിട്ട് എക്സാമിന് വേറെ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഇവിടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് 2/3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ 4/5 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സിഗ്മ എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഇനി ലാസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് ഇവിടെ
മ്യൂ ആണ് എന്ത് സെന്റർ പോയിന്റ്. അവിടെ നിന്ന് ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും, അപ്പൊ ഒരു പ്ലസ് സിഗ്മയും മൈനസ് സിഗ്മയും, ആ ഒരു ദൂരത്തിൽ ഇത്രയും പോർഷനിൽ കവർ ആകുന്നത് 68% ഒബ്സർവേഷൻ ആയിരിക്കും. നമ്മളെ കയ്യിൽ ഒരു 100 ആൾക്കാരുണ്ടെങ്കിൽ 68 ആൾക്കാർ എവിടെ പെടും? ഈ ആദ്യത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ അകത്തായിരിക്കും അവർ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇനി അടുത്തത് 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ദൂരത്തിലാണെങ്കിലോ അത് +2 സിഗ്മ -2 സിഗ്മ, അങ്ങനെ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ദൂരത്തിലാണെങ്കിൽ 95% ഒബ്സർവേഷൻ എവിടെയായിരിക്കും? ആ ഒരു ഏരിയന്റെ അകത്തായിരിക്കും വരുന്നുണ്ടായിരിക്കാം. ആൻഡ് ലാസ്റ്റ് ഒരു 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ദൂരെയാണെങ്കിൽ 99% ഓൾമോസ്റ്റ് എല്ലാ ഒബ്സർവേഷനും 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വ്യത്യാസത്തിലാണ് എന്നാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ വളരെ ഈസി ആയിട്ട് ഒരു 6 പ്രോപ്പർട്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചിത്രം മനസ്സിലുണ്ടെങ്കിൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ എന്താണ് എക്സ്ട്രാ കുറച്ചൊരു 1-2 പ്രോപ്പർട്ടീസും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അടിപൊളിയെ തന്നെ എഴുതാൻ വേണ്ടി പറ്റും. ആൻഡ് ഓർത്ത് വെക്കുക, ഈ ഒരു 10ാമത്തെ ഈ ഒരു പ്രോപ്പർട്ടി ഇത് വെച്ചിട്ട് മാത്രം സ്പെഷ്യലായിട്ട് ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയും ഇക്വേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. സോ ഓൾ ദി ബെസ്റ്റ്.